ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ പുല്ലോ ചെടിയോ എന്തെങ്കിലും നടാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കുറച്ച് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ പുല്ല് വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടാമത്തെ പ്രാവശ്യം സെറ്റ് ചെയ്ത പുല്ലാണ്. ഒന്നിൽ പഴിച്ചാൽ മൂന്നെന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു നമ്മുടെ പുല്ല് നടലിൻ്റെ അവസ്ഥ. അപ്പോൾ ആദ്യം ഞങ്ങൾ 4 ഷീറ്റ് പുല്ലിങ്ങനെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചും കൂടെ ഇത് താഴ്ന്നിട്ടായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഏതുവരെ മണ്ണ് നിറയ്ക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ആദ്യം ഒരിക്കൽ സെറ്റ് ചെയ്തപ്പോൾ ഇതിനേക്കാളും താഴ്ന്ന ഒരു ലെവലിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് വീണ്ടും കുറച്ചും കൂടെ മണ്ണ് നിറച്ച് വീണ്ടും സെറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതും തീരെ താഴ്ന്നു പോയതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും ഞങ്ങൾ മാറ്റിയിട്ട് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഇനി മൂന്നാമത്തെ പ്രാവശ്യത്തെ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത പണി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിത് ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെടിക്ക് അനുസരിച്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതെല്ലാം അതേപോലെ പറക്കി മാറ്റിയിട്ട് തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വയ്ക്കുകയും വേണമല്ലോ. അതൊരു വലിയ ടാസ്ക്കായിരുന്നു. ഇപ്പോൾ ആദ്യം സെറ്റ് ചെയ്തിരുന്ന എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ മണ്ണ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് പറയില്ലേ, അതുപോലെയാണ് കുട്ടീസും മണ്ണ് നിറയ്ക്കാനായിട്ട് കൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് മണ്ണ് നിറയ്ക്കുന്നത്. ഇപ്പോൾ ആ കവറിങ് സ്റ്റോണിൻ്റെ അതേ ലെവലിൽ മണ്ണ് നിറയ്ക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ പുല്ല് കാണാൻ പറ്റും. മറ്റേ നമ്മൾ പുല്ല് കാണണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ എത്തി നോക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. കാണാൻ അത്ര ലുക്ക് ഉണ്ടായിരുന്നില്ല. ഈ പുല്ലിൻ്റെ ഷീറ്റെല്ലാം ഞങ്ങൾ കുഴിപ്പള്ളത്തുനിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു ഷീറ്റിന് 100 രൂപയാണ് വില വരുന്നത്. വർക്ക് തുടങ്ങുന്നത് വൈകുന്നേരത്തായിരിക്കും. വർക്ക് ഏകദേശം തീരുമ്പോൾ രാത്രിയാവും. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ക്ലിയർ ഉണ്ടാവില്ല. അങ്ങനെ ആദ്യത്തെ 2 പ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മണ്ണൊക്കെ നിറച്ച് തീർന്നപ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോണിൽ ഒട്ടും ക്ലിയർ ഇല്ല. നമ്മൾ പുല്ല് മാത്രമല്ല ആ ചെടിയെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് റിസ്ക്. ചെടിയുടെ സ്ഥാനം ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ കട്ട് ചെയ്ത് പീസാക്കിയിട്ടുണ്ടായിരുന്ന ഗ്രാസിൻ്റെ അളവെല്ലാം മാറിപ്പോവും. ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എളുപ്പമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസെല്ലാം തിരിച്ച് അതേ പോർഷനിൽ വെച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഈ ഗ്രാസ് കട്ട് ചെയ്യൽ ഒരു വലിയ പണിയായിരുന്നു. ആദ്യം ഞങ്ങൾ കത്തി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് ആസാം ബ്ലൈഡ് വെച്ച് കട്ട് ചെയ്താൽ ഭയങ്കര ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഈ ഗ്രാസിൻ്റെ ഷീറ്റിനെ നേരെ മറച്ചിടുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന അളവിൽ ആസാം ബ്ലൈഡ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗ്രാസ് എല്ലാം ഇതുപോലെ മണ്ണിൽ സെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അടിച്ചുറപ്പിക്കണം. എങ്കിലും നമ്മുടെ മണ്ണും ഈ ഷീറ്റിലുള്ള മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എളുപ്പത്തിൽ വേര് പിടിക്കുകയുള്ളൂ. ഇത് മണ്ണൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ പുറത്ത് മണ്ണിര കമ്പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ചെതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് DDT പൊടി ഇട്ടിട്ടുണ്ട്. ചിതലിൻ്റെ മരുന്നാണ് ശരിക്കും അടിക്കേണ്ടത്. അതില്ലാത്തതുകൊണ്ട് DDT ഇട്ടതാണ്. DDT ഇട്ടതുകൊണ്ട് വലിയ പ്രയോജനമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പോവും. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി DDT ഇട്ടതാണ്. ശരിക്കും ഇത് മണ്ണ് നിറച്ചിട്ടിട്ട് ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്ത് പിന്നെ നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മണ്ണെല്ലാം താഴ്ന്ന് സെറ്റായിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ മണ്ണ് നിറച്ച് നടാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചെടിയുടെ അത്രയും പോർഷൻ സ്ക്വയറായിട്ട് ജസ്റ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയ കുഞ്ഞു മെറ്റൽസാണ് നിറയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് അവർ കുറച്ച് മിച്ചം മെറ്റൽസ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബേബി മെറ്റൽസാണ് അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഇത്രയും ഹൈറ്റിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വന്നത്. അപ്പോൾ ആ ഒന്നിൽ പിഴച്ചാൽ 3 എന്നുള്ള പഴഞ്ചൊല്ല് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴാണ് ആ ഗ്രാസ് വെച്ചതിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി ഈ ചെടിയൊക്കെ വളർന്ന് പൂത്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. സാധാരണ ഇതെല്ലാവരും പുറത്ത് കൊടുത്തല്ലേ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന പോരായ്മയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാലും സാരമില്ല, നമ്മൾ തന്നെ ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത്രയും ദൂരം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് 7 പീസാണ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.